നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ മുതൽ വീഡിയോസിൻ്റെയൊക്കെ കമന്റ് ബോക്സിൽ പല ആളുകളും ചർച്ചകളൊക്കെ ചെയ്യുന്നത് കണ്ടു. ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ വന്നിരുന്നു. ആ ഒരു ഡ്രാഫ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ കുറേയധികം ആളുകൾക്ക് വ്യക്തതക്കുറവുള്ള ഒരു സംഗതിയാണ്. ആ ഒരു ഡ്രാഫ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് പാസ്സാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിയമസഭ, ഉത്തരാഖണ്ഡിലെ നിയമസഭയിൽ 70 അംഗങ്ങൾ, അതിൽ 47 BJPയുടേതാണ്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അത് പാസ്സാവും. ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് BJPയുടെ പ്രഖ്യാപിത നയങ്ങളിൽ ഒന്നാണ്. അത് മത്സരിച്ച് തന്നെ BJP സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് രാജസ്ഥാനാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്നത് എന്നറിയാൻ കഴിഞ്ഞു. അത് നാഷണൽ മീഡിയയൊക്കെ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിവില്ല. ഉത്തരാഖണ്ഡിലെ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു. ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമി ഇത് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇത് എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഗുണകരമാണ് എന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ വിഷനായിട്ടുള്ള സബ്കാ സാത്ത് സബ്കാ വികാസ്, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്, ഇതൊക്കെയായിട്ട് കൂട്ടി വായിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ BJP സംസ്ഥാനങ്ങൾ മത്സരിച്ച് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന യൂണിഫോം സിവിൽ കോഡിന്റെ ഡ്രാഫ്റ്റിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ആ ഒരു ഡ്രാഫ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ ഇന്നലെ കമന്റ് ബോക്സിൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നത് കണ്ടു. വീഡിയോ റിക്വസ്റ്റുകൾ കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്കറിയാം. എന്നാലും ദ യൂണിഫോം സിവിൽ കോഡ് ഇസ് എ പ്രൊപ്പോസൽ ഇൻ ഇന്ത്യ ടു ഫോർമുലേറ്റ് ആൻഡ് ഇംപ്ലിമെന്റ് പേഴ്സണൽ ലോസ് ഓഫ് സിറ്റിസൺസ് വിച്ച് അപ്ലൈ ഓൺ ഓൾ സിറ്റിസൺസ് ഈക്വലി റിഗാർഡ്ലെസ് ഓഫ് ദെയർ റിലീജിയൻ, ജെൻഡർ ആൻഡ് സെക്ഷൽ ഓറിയന്റേഷൻ. പേഴ്സണൽ ലോസ് എന്നാൽ മതപരമായിട്ടുള്ള ചില നിയമത്തിന്റെ കൈകടത്തലുകൾ. ഈ മതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവർക്ക് അടിസ്ഥാനപരമായിട്ട് ജനനം, മരണം, വിവാഹം, ലൈംഗികത ഇതിലൊക്കെ കടന്നു കയറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള കാര്യങ്ങളിൽ, സ്വത്ത് കൈമാറ്റം, അതുപോലുള്ള കാര്യങ്ങളിൽ മതത്തിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അത് ഡിഫറൻ്റ് ആണ്, ഹിന്ദുസിന് അത് ഡിഫറൻ്റ് ആണ്, മുസ്ലിംസിന് വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസുകൾ അവരുടെ മതത്തിനധിഷ്ഠിതമായിട്ട് നമ്മളുടെ നിയമത്തിലൊക്കെ ഉണ്ട്. ആ ഒരു നിയമം ഉള്ളതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇന്ത്യയിലുള്ള പല പൗരന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള നിയമമാണ് നടപ്പിലാക്കേണ്ടി വരുന്നത്. കോടതികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഭരണഘടന 44-ൽ ഭരണഘടനാ ശില്പികളടക്കം പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നുള്ളത്. നിങ്ങൾ വിവാഹം കഴിക്കുന്നു അല്ലെങ്കിൽ വേണ്ട, വിവാഹ ബന്ധം വേർപെടുത്തുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനികൾ വേർപെടുത്തുന്നത് പോലെയല്ല ഹിന്ദുക്കൾ വേർപെടുത്തുന്നത്, മുസ്ലിംസ് വേർപെടുത്തുന്നത്. നിയമം അതിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതുവരെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. യൂണിഫോം സിവിൽ കോഡ് വരുമ്പോഴത്തേന് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള പരിഗണന കിട്ടും. അങ്ങനെയുള്ള സിവിൽ കോഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചില മതങ്ങളിൽ ചില ജെൻഡറിനൊക്കെ ചില ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. സ്ത്രീകൾക്ക് നിയമത്തിൽ അത്രയധികം ഒരു തുല്യത കിട്ടുന്നില്ല. യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മതപരമായിട്ടുള്ള പേഴ്സണൽ ലോസിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സ്വത്ത് കൈമാറ്റം, ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് 2 പെൺമക്കളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും തുല്യമായിട്ട് സ്വത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് ഏകീകരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ഇത് ഒരു കൂട്ടം ആളുകളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതാണോ, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. BJP കൊണ്ടുവരുന്നത് കൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ആളുകൾക്ക് വലിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഒരു ഹിസ്റ്ററി അങ്ങനെയാണല്ലോ. വലിയ സംശയത്തോടെയാണ് ആളുകൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. കേരളത്തിലാണെങ്കിൽ ഇതിന്റെ ഒരു കരടോ ഡ്രാഫ്റ്റോ വരുന്നതിന് മുൻപ് തന്നെ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ വാദങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അതിന്റെ ഏകദേശ ധാരണ പോലും കിട്ടാതെ അതിനെതിരെ വലിയ ചർച്ചകൾ നടത്തിയ ഒരു നാടാണ് കേരളം. എന്തൊക്കെയാണെങ്കിലും ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡിന്റെ ഡ്രാഫ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു യാഥാസ്ഥിക സദാചാര സമ്മിശ്രമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനസ്വീകാര്യതയൊക്കെ ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. എന്നാലും അതിനകത്ത് കുറേയധികം വ്യക്തത കുറവുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേയധികം മാസങ്ങളുടെ ഒരു പ്രയത്നം ഉത്തരാഖണ്ഡിനുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനുവേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നിയോഗിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ ഗവൺമെന്റ് അപ്പോയിന്റഡ് പാനൽ ലെഡ് ബൈ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജ് രഞ്ജന പ്രകാശ് ദേശായി ഹാസ് ഡ്രാഫ്റ്റഡ് എ 4-volume 749-page report containing several recommendations. ഇപ്പോൾ ചെറിയൊരു സംഗതിയല്ല, വലിയ പഠനവും സർവേ ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. ദ പാനൽ കളക്ടഡ് 2.33 lakhs pieces of written feedback online and organized more than 70 public forums with roughly 60,000 people to help develop the draft. അപ്പോൾ അത്രയധികം ആളുകൾ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത് എന്ന് പറയുന്നു. ഷെഡ്യൂൾഡ് ട്രൈബിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോഴത്തേന് എങ്ങനെയാണ് യൂണിഫോം സിവിൽ കോഡ് വർക്കാവുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തത കുറവുണ്ട്. എന്നാലും ഷെഡ്യൂൾഡ് ട്രൈബിലും നമ്മുടെ അത്രയധികം സങ്കീർണതകളിൽ നിന്ന് ഷെഡ്യൂൾഡ് ട്രൈബിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു വലിയ സങ്കീർണതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെയുള്ള ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകുലപ്പെട്ടുകൊണ്ടിരുന്നത്
വ്യക്തത കിട്ടാതിരുന്നത് ഇത് ഇന്ത്യ പോലെ 1,900 ജാതികളുള്ള പേഴ്സണൽ ലോസ് ഉള്ള മതങ്ങളുള്ള വിഭാഗീയതയുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ അത് കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു. പക്ഷേ BJP അത് കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുൻപ് പോലും പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്ന ആൾക്കാരോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് തന്നെ സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് UCC വരുമെന്നുള്ളത്. ഇനി ആ ഒരു ഡ്രാഫ്റ്റിലേക്ക് മെയിൻ പോയിന്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർ മെൻ ദ ലീഗൽ ഏജ് ഓഫ് മാരേജ് ഈസ് 21 ആൻഡ് ഫോർ വിമൻ ഇറ്റ് ഈസ് 18. Men should not have a living wife at the time of marriage and women should have a living husband also. Both partners should be mentally fit. അപ്പോൾ വിവാഹപ്രായത്തിൽ പുരുഷന്മാർക്ക് 21, സ്ത്രീകൾക്ക് 18 എന്നീ കാര്യങ്ങൾ നിലനിർത്തുന്നുണ്ട്. അതേപോലെ വിവാഹം കഴിക്കുന്ന സമയത്ത് പുരുഷനോ സ്ത്രീക്കോ മറ്റൊരു പങ്കാളി ഉണ്ടായിരിക്കരുത് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബഹുഭാര്യത്വം എന്ന് പറയുന്നതും ബഹുഭർത്തൃത്വം എന്ന് പറയുന്ന ഒരു കാര്യവും യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ടൊക്കെ ചില മതങ്ങളിൽ പേഴ്സണൽ ലോസിൽ അതിന് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇനി മുതൽ ഉത്തരാഖണ്ഡിന് പുറത്തേക്ക് പോയിട്ടുള്ള ആളുകളും ഉത്തരാഖണ്ഡിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ നിയമം ഫോളോ ചെയ്യേണ്ടി വരും. ഷെഡ്യൂൾഡ് ട്രൈബ് ഒഴിച്ചിട്ടുള്ള എല്ലാ മതങ്ങളിലുള്ള ആളുകൾക്കും ഈ ഒരു നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം എന്നീ പറയുന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇറ്റ് വിൽ ബി അൺലോഫുൾ ടു മാരി ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് സച്ച് എസ് ഇൻവോൾവിംഗ് ദ ഫാദർ, മദർ, ഗ്രാൻഡ്പ ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് ഡയറക്റ്റ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ചില മതങ്ങളിലും ചില ഗ്രൂപ്പുകളിലും നേരത്തെ പേഴ്സണൽ ലോസിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ചില ആളുകൾ അവരുടെ തന്നെ കുടുംബത്തിൽ നിന്നും അവരുടെ തന്നെ റിലേറ്റീവ്സിന് ഇടയിൽ നിന്നുമൊക്കെ വിവാഹം ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു അൺലോഫുൾ ആക്ടിവിറ്റി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓൾ മാരേജസ് മസ്റ്റ് ബി ലീഗലി റെക്കഗ്നൈസ്ഡ് വിത്തിൻ 16 days. ഇറ്റ് ഈസ് ഫാൾസ് ഇൻഫർമേഷൻ ഈസ് പ്രൊവൈഡ് ഓൺ ദ മാരേജ് രജിസ്ട്രേഷൻ. ദർ വിൽ ബി 3 months in jail and 25,000 fine. Also one has to pay 10,000 fine if the marriage is not registered. എന്ന് വെച്ചാൽ ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അവിടെയുള്ള പേപ്പർ ൊക്കെ നമ്മുടെ നാട്ടിലും വിവാഹത്തിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആ ഒരു പേപ്പറുകളുമായിട്ട് 60 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാവുകയും അതിൻ്റെ ഒരു മാർഗ്ഗങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയും വേണം. 60 ദിവസത്തിനുള്ളിൽ ഇത് ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപ ഫൈനാണ്. അതേപോലെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനും തടവ് ശിക്ഷയും കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് നിലവിൽ വേറൊരു വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്, അല്ല എന്നുണ്ടെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങിലോ മറ്റോ വിവാഹം എന്ന് പറയുന്ന ഒരു നടപടി കഴിഞ്ഞിട്ടില്ല, അത് ഒരു ഉഡായിപ്പ് ഡോക്യുമെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ 3 മാസം ജയിൽ ശിക്ഷയും ഫൈനും ഒക്കെ അടയ്ക്കേണ്ടി വരും. Without a court order, a marriage cannot be dissolved and the offender will be sentenced to 3 years. Whereas, if a marriage is performed outside of the terms outlined under UCC, there should be a 6-month jail prison and a fine of up to 50,000. എന്ന് വെച്ചാൽ കോടതി ഉത്തരവില്ലാതെ ഇനി മുതൽ ഒരു വിവാഹ ബന്ധവും വേർപെടുത്താനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ തലാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തലാക്ക് ചൊല്ലി മതപരമായിട്ടുള്ള ചില നിയമങ്ങളിൽ തലാക്ക് ചൊല്ലി ഭാര്യയെ ഒഴിവാക്കാം. അപ്പോൾ അതൊരു വിവാഹമോചനമായിട്ടൊക്കെ അംഗീകരിക്കാറുണ്ടായിരുന്നു. ഇനി മുതൽ അങ്ങനെ പറ്റില്ല. കോടതി ഉത്തരവ് വെച്ചിട്ട് മാത്രമേ വിവാഹമോചനത്തിലേക്ക് ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. യൂണിഫോം സിവിൽ കോഡിന് വിരുദ്ധമായിട്ടുള്ള വിവാഹങ്ങൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ 6 month ജയിൽ പ്രിസൺ ആൻഡ് ഫൈൻ അപ് ടു 50,000. അടുത്തതെടുത്ത് പറയുന്നത് ദ ഡിഗ്രി മസ്റ്റ് ബി ഇഷ്യൂഡ് വിത്തിൻ 60 days ഓഫ് ദ ഡിവോഴ്സ് പ്ലീ being filed in one of the designated courts. Maintenance and alimony will be payable to both men and women. Also, the High Court allows appeal in cases when family court orders are issued without consent. വിവാഹമോചന ഹർജികൾ നിയുക്ത കോടതികളിൽ സമർപ്പിച്ച് 60 ദിവസത്തിനുള്ളിൽ തീരുമാനത്തിലേക്ക് എത്തണം. അതേപോലെ തന്നെ ഈ ജീവനാംശം എന്ന് പറയുന്ന ഒരു സംഗതി പുരുഷനും സ്ത്രീക്കും അവകാശപ്പെട്ടതാണ് എന്നുള്ളത് UCCയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജെൻഡർ ബയാസ്ഡ് ആയിട്ടുള്ള ചില അപ്രോച്ചുകൾ മാറുമെന്നുള്ളത് തോന്നുന്നു UCCയിലേക്ക് വരുന്ന സമയത്ത്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ് എവരി ലിവ് ഇൻ റിലേഷൻഷിപ്പ് മസ്റ്റ് രജിസ്റ്റർ വിത്ത് ദ രജിസ്റ്ററിംഗ് അതോറിറ്റി that the law notifies. Living partnership that fall under forbidden categories or one partner is married will not be permitted. Children from living couples are entitled to all legal protections. ഇതിനകത്ത് ഒരു ചെറിയ വ്യക്തത കുറവുണ്ട്. അപ്പോൾ ഇതിൽ കുറേയധികം ആളുകൾ ചോദിക്കുന്നുണ്ട്, ചെറുതായിട്ട് ഫ്രീഡം ഒക്കെ ഹനിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്നാലും ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 60,000 ആളുകളോടൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ 60,000 ആളുകൾ ഒരു വലിയ മജോറിറ്റിയുടെ ഒരു അഭിപ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു നിയമം ആകുമ്പോഴത്തേന് ഇന്ത്യയുടെ നിലവിലുള്ള യാഥാസ്ഥിക മനോഭാവമൊക്കെ ഇതിനകത്ത് കടന്നു വരും. എന്നാലും അതിനകത്ത് നമ്മൾ പോസിറ്റീവായിട്ട് കാണേണ്ട കുറേ സംഗതികളുണ്ട്. ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് വ്യക്തത കുറവുണ്ട്. എന്നാലും ഈ ലിവിങ് റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെതായിട്ടുള്ള സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള അതിക്രമങ്ങൾ, ലീഗലായിട്ടുള്ള ബാറ്റിലുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ചെറിയ പരിഹാരം വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ ലിവിങ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കുട്ടികളുടെ
ലീഗൽ റൈറ്റ്സ് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. അപ്പോൾ അതിനും ഒരു പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇവിടെയുള്ള ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഈ രേഖാമൂലം ഗവൺമെൻറ്റിനെ അറിയിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പിനും ഈ മാരേജിനും തമ്മിൽ എന്താണ് അത്രമാത്രം ഡിഫറൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ ഐഡിയ ഇല്ല. ഇതിന് കൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്, ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആകുലതകൾക്കൊരു പ്രതിവിധിയാണ് വിവാഹത്തിന് ശേഷം പങ്കാളികളിൽ ആരെങ്കിലും ഒരാൾ മറ്റൊരാളുമായിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വെച്ച് പുലർത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു കാലം വരെയൊക്കെ നിയമവിരുദ്ധമായിരുന്നു. എന്നാൽ പിന്നീട് അത് നിയമവിരുദ്ധമല്ലാതാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൺട്രോൾ വരും എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ലിവിങ് റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫൈൻ വരാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അത് ഇല്ലീഗലായിട്ടുണ്ട്. അപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പ് ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം അത്രത്തോളം ഇല്ല. അത് ലീഗലായിട്ടുള്ള രീതിയിൽ തന്നെ പോകണം. അതേപോലെ തന്നെ നിലവിൽ ഒരു ഭാര്യയോ ഭർത്താവോ ഉള്ള ഒരാൾക്ക് മറ്റൊരാളുടെ കൂടെ ലിവിങ് റിലേഷൻഷിപ്പിലേക്കോ എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കൂടെ ജീവിക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല. മറ്റേ ആകുലതകൾക്ക് ഒരു സിമ്പിൾ പരിഹാരം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സദാചാര സംസ്കാര സമ്പുഷ്ടമാണ് ഈ ഒരു UCCയിലെ കുറേയധികം കാര്യങ്ങൾ. അതെന്തെങ്കിലും ആട്ടെ, ഇതിലൊക്കെ വലിയ ചർച്ചകൾ വരേണ്ടതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഒരു ഒറ്റനോട്ടത്തിൽ പറയുന്നതാണ്. ഇഫ് ദ ലിവ് ഇൻ അറേഞ്ച്മെന്റ് ഈസ് ടെർമിനേറ്റഡ്, ദ രജിസ്ട്രാർ മസ്റ്റ് ബി നോട്ടിഫൈഡ്. ലിവിങ് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്ന സമയത്ത് രജിസ്ട്രാറെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. ഫോളോയിങ് ദാറ്റ് ദ അതർ പാർട്ട്ണർ വിൽ ബി നോട്ടിഫൈഡ്. ഇഫ് എ ഗെയ് ഇൻ എ ലിവിങ് റിലേഷൻഷിപ്പ് ഫ്ലീസ്, ഹി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ വിമൻ മെയിൻ്റനൻസ് ആസ് ഡിറ്റർമൈൻഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ്. അപ്പോൾ അവിടെയും വ്യക്തത കുറവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് അതോറിറ്റിയാണ് ലിവിങ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ അത് ഈ കുടുംബ കോടതി റിലേറ്റഡ് പോലെയുള്ള കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടും? ഒരു ഐഡിയ ഇല്ല. അടുത്തത് സ്വത്ത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് മുസ്ലിം വിഭാഗത്തിലുള്ള കുറേയധികം ആളുകൾ വലിയ സ്വാഗതത്തോടെ നോക്കിക്കണ്ടതാണ്. ആൻ ഈക്വൽ പോർഷൻ ഓഫ് ദ പ്രോപ്പർട്ടി വിൽ ഗോ ടു ദ ഡിസീസ്ഡ് പേഴ്സൺസ് ഇമ്മീഡിയറ്റ് ഫാമിലി. ഇഫ് ദർ ഇസ് നോ രജിസ്റ്റേർഡ് വിൽ, ദ പ്രോപ്പർട്ടി വുഡ് ബി ഈക്വലി ഡിവൈഡഡ് അമോങ് ദ സെക്കൻഡ് ലൈൻ, വിച്ച് വുഡ് ബി ദ ഡിസീസ്ഡ് പേഴ്സൺസ് immediate first cousins and the paternal side if there are no immediate relatives. Others would be invited to stake a claim to the property if there isn't a claimant. എന്ന് വെച്ചാൽ രജിസ്ട്രേഡ് വിൽ ഇല്ലാത്ത കേസുകളിൽ മരിച്ച ആളുടെ സ്വത്തുക്കൾ അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ഫാമിലി, അതായത് മക്കളിലേക്ക് തുല്യമായിട്ട് കൊടുക്കപ്പെടുമെന്നുള്ളതാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ സ്വത്ത് കൈമാറ്റവുമായി ബന്ധപ്പെട്ട കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പെൺമക്കളാണ് എന്നുണ്ടെങ്കിൽ സ്വത്ത് അവർക്ക് കൈമാറാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല. അതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. സഹോദരങ്ങൾക്കാണ് അവിടെ മുൻതൂക്കം. പുരുഷന്മാർക്കാണെങ്കിൽ, ആൺമക്കളാണെന്നുണ്ടെങ്കിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ ചെറിയ അളവ് വ്യത്യാസമൊക്കെ ഉണ്ട്. അവിടേക്ക് ആ ഒരു തുല്യത എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മുസ്ലിം പേഴ്സണൽ ലോയിലുണ്ട്. അപ്പോൾ അതെല്ലാം UCC വരുമ്പോഴത്തേനും മാറും. ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വിൽ ബി ഗ്രാൻറ്റഡ് ടു സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ആൻഡ് ദ ലോ ഇൻക്ലൂഡഡ് സ്പെസിഫിക് സേഫ് ഗാർഡ് ഫോർ ദ ഹിന്ദു യുണൈറ്റഡ് ഫാമിലി HUF. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ ഡെസിഗ്നേറ്റ് എ ഡിസിഷൻ മേക്കർ ടു ഡിറ്റർമൈൻ ഹൗ ദ പ്രോപ്പർട്ടി വിൽ ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ക്ലെയിമൻസ്. ഇപ്പം ഈ UCC വരുന്ന സമയത്ത് കുറേയധികം ആളുകൾ ആകുലപ്പെട്ടത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കാര്യത്തിലാണ്. കൂട്ടുകുടുംബമായിട്ട് നടക്കുന്ന ആളുകൾ, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ഹിന്ദുക്കൾ. അപ്പോൾ അവർക്കിടയിലെ സ്വത്ത് കൈമാറ്റം, അവരുടെ ടാക്സിലൊക്കെ കുറേയധികം കാര്യങ്ങൾ, അവർക്ക് കുറേ എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈക്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് വിൽ ബി ഗ്രാൻറ്റഡ് ടു സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. മരിച്ച ആളുടെ മകനും മകൾക്കും തുല്യമായിട്ടുള്ള ഒരു അവകാശമുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ തീരുമാനമെടുക്കൽ അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം UCCയിലെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പേഴ്സണൽ ലോസിനെ, ഈ മതപരമായിട്ടുള്ള പേഴ്സണൽ ലോസിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് UCC വരണം, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് ഭേദഗതി ചെയ്യപ്പെട്ട് വരണം. നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്ന സമയത്ത് 2016 UCCയുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ സമയത്ത് അന്നത്തെ സമിതി പറഞ്ഞ ഒരു കാര്യം, UCC അല്ല വേണ്ടത്, പേഴ്സണൽ ലോസിൽ കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റമാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് അത് പിന്നീട് അംഗീകരിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് സാധാരണ പൗരനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇന്ന് പറയാനായിട്ട് പറ്റില്ല. ഈ ഒരു ഡ്രാഫ്റ്റൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൊത്തം പേജുകൾ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടുമോ എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും ഞാൻ വായിക്കാൻ പറ്റുന്ന സോഴ്സുകളിൽ നിന്ന് വായിച്ച സമയത്ത് കുറേയധികം വ്യക്തത കുറവുണ്ട്. അതേപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് വേറൊരു ഡൗട്ടുണ്ട്. അവർക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇത് സാധാരണ പൗരനെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു രീതിയിലേക്കല്ല ഇപ്പോൾ നോക്കിയ ഡ്രാഫ്റ്റ് ഒന്നും. ഈ മതപരമായിട്ടുള്ള സംഘങ്ങൾക്ക്, മതം കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഈ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന മതത്തിൻ്റെ നിയമങ്ങൾക്ക്, അതിൽ നിന്ന് ലാഭം പറ്റുന്ന മതങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള, വളരെ യാഥാസ്ഥികമായിട്ടുള്ള മത ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, ആ ഒരു ഗ്രൂപ്പുകൾക്ക് ഈ വിശ്വാസികൾക്കിടയിലുള്ള, എന്ന് പറഞ്ഞാൽ പൗരന്മാർക്കിടയിലുള്ള സ്വാധീനം കുറയും.
ഇത്തരത്തിലുള്ള ഒരു ഒരു യൂണിഫോം സിവിൽ കോഡൊക്കെ വരുന്ന സമയത്ത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാലും ഇത് ആദ്യം മുതൽ തന്നെ മുസ്ലിം വിരുദ്ധം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കാനായിട്ടാണ് ഈ ഹിന്ദുത്വവാദികൾ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് മുന്നേക്കൂട്ടി മനസ്സിലാക്കി മുസ്ലിം ഭാഗത്തിലുള്ള ആളുകൾ ഇതിനെതിരെ വലിയ കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങളായിട്ട് വന്നില്ല. അതേപോലെ വിശ്വാസികൾ ഒരു വലിയ കൂട്ടം ആളുകൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ മക്കൾക്ക് തുല്യമായിട്ടുള്ള ഒരു റൈറ്റ് സ്വത്തിലൊക്കെ കിട്ടുന്ന ഒരു കാര്യത്തിലും സ്വത്ത് കൈമാറ്റത്തിലും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അത് അവർ അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഡ്രാഫ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് ഹലാൽ ഇദ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ഇപ്പോൾ തലാഖൊക്കെ ചൊല്ലി വിവാഹമോചനത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീ 3 മാസം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു സ്പെസിഫിക് ടൈം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അടുത്തൊരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടി. കാരണം പിന്നീട് വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് പെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട അവർക്കുണ്ടാകുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡൗട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൽ അവിടുത്തെ പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഇമ്രാൻഖാൻ്റെ വൈഫിൻ്റെ ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് വെയിറ്റിംഗ് പീരീഡ് കഴിയാതെ വൈഫ് ഇമ്രാനെ വിവാഹം കഴിച്ചു, അതുകൊണ്ട് അത് ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുസ്ലിം പേഴ്സണൽ ലോ ആയതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് കഴിയാതെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് അത് നിയമവിരുദ്ധമായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UCCയിലില്ല. അതേപോലെ മുസ്ലിം പേഴ്സണൽ ലോയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സംഗതി ഇപ്പോൾ നമ്മൾ കിളിച്ചുണ്ടൻ മാമ്പഴത്തിന് അതൊക്കെ കണ്ടിട്ടില്ലേ. ഇപ്പോൾ ഒരാൾ തലാക്ക് ചൊല്ലി ഒഴിവാക്കിയ സ്ത്രീ അദ്ദേഹത്തിന് വീണ്ടും വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കഴിച്ചിട്ട് അയാൾ തലാക്ക് ചൊല്ലണം. അങ്ങനെയുള്ള സീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UCCയിൽ വരുമ്പോഴത്തേന് മാറും. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിന് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അത് ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് അതിന് ഒത്തിരി സങ്കീർണതകളുണ്ട് നടപ്പിലാക്കാൻ വേണ്ടി, എന്നാലും വരേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഡ്രാഫ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള വ്യക്തതക്കുറവ് ഒഴിവാക്കാനായിട്ട് എത്രത്തോളം പറ്റുമെന്നുള്ളത് അറിയില്ല. ഇതിപ്പം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നയമൊക്കെ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചിട്ട് ഷടപടയെന്നൊക്കെ നടത്തുന്ന സമയത്ത് പണി കിട്ടാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ സങ്കീർണതകളെ വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്ത് വ്യക്തത ഉണ്ടാക്കുക ഓരോ മേഖലകളിലും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്തും സദാചാര രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളിൽ ഇവർ തിരികാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം അതാണ് നമ്മൾ ഈ BJP ആ ഒരു കാര്യത്തിൽ ചെറിയ രീതിയിൽ ഡൗട്ട് അടിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതൊരു BJP കൊണ്ടുവന്ന സംഭവമാണ് എന്നുള്ള രീതിയിൽ പ്രതിരോധിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ആ ഡ്രാഫ്റ്റ് കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് തീരുമാനിക്കുക. ആളുകൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്ദി.